ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ നമ്മൾ ഇന്ന് കറൻസി എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു ഓർഗിൽ തന്നെ ഒന്നിലധികം കറൻസികൾ എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് സെയിൽഫോഴ്സിലൂടെ ഒന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സെറ്റപ്പിലേക്ക് പോകാം. അതിനാദ്യം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അവിടുന്ന് സെറ്റപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ ക്വിക്ക് ഫൈൻഡ് ബോക്സിനകത്ത് നമുക്ക് കമ്പനി ഇൻഫർമേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ കമ്പനി ഇൻഫർമേഷൻ. ഇപ്പോൾ നമുക്ക് കമ്പനി ഇൻഫർമേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള ലൊക്കേൽ ഏതാണെന്നും അതിൻ്റെ ലാംഗ്വേജ് ഏതാണെന്നും അതുപോലെ തന്നെ ഡീഫോൾട്ട് ടൈം സോൺ ഏതാണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതിനകത്ത് നമ്മൾ മൾട്ടിപ്പിൾ കറൻസിയാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ ആക്റ്റീവ് മൾട്ടിപ്പിൾ കറൻസീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് ടിക്ക് ചെയ്യാം. നമുക്കിനി ഈ കോൺഫിഗറേഷൻ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഡയറക്റ്റ്ലി നമുക്ക് കറൻസി സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് താഴെ നമുക്കറിയാം നമ്മുടെ ഓൾറെഡി ഇതിനകത്തുള്ള കറൻസി ഇന്ത്യൻ റുപ്പീസിനകത്താണ്. അതിൻ്റെ കൺവേർഷൻ റേറ്റും ഡീറ്റെയിൽസും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് മറ്റൊരു കറൻസി ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതെങ്ങനെ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. പുതിയൊരു കറൻസി ടൈപ്പ് ചെയ്താന്ന് ചോദിക്കാം. ഇവിടെ നമുക്ക് തൽക്കാലം അമേരിക്കൻ ഡോളർ ആഡ് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറൻസി ടൈപ്പിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ അമേരിക്കൻ ഡോളർ ആഡ് ചെയ്യാം. സോ US ഡോളർ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് കൺവേർഷൻ റേറ്റ് വേണം. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസുമായിട്ട് എത്ര റേറ്റിലാണ് US ഡോളർ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് സെർച്ച് ചെയ്യാം ഗൂഗിളിൽ ഇന്ത്യൻ റുപ്പീസ് ടു USD കൺവേർഷൻ റേറ്റ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് എത്ര രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് ടു US റേറ്റ് എന്ന്. അപ്പോൾ 0.012 ആണ് ഇന്ത്യൻ റുപ്പീസിനെ നമുക്ക് അമേരിക്കൻ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേറ്റ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നൗ എത്ര ഡെസിമൽ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 2 ഡെസിമൽ കൊടുത്തായിരുന്നു. ഇതാണ് ഡീഫോൾട്ട്. നമുക്കിനി സേവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2 കറൻസീസ് ആഡ് ചെയ്തിട്ടുള്ളത് കാണാം. ഇതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കറൻസീസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് പോകാം. നമുക്ക് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാം. കാരണം ഓപ്പർച്യൂണിറ്റിക്കകത്ത് നമ്മൾ കറൻസി യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ്ലി ആപ്പ് ലോഞ്ചർ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി എന്ന് ടൈപ്പ് ചെയ്യാം. സോ ഓപ്പർച്യൂണിറ്റി ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിന് റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഇനി ഓപ്പർച്യൂണിറ്റി ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. സോ ഓപ്പർച്യൂണിറ്റി നെയിം ഞാൻ തൽക്കാലം ഒരു ടെസ്റ്റ് ഓപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നെയിം കൊടുത്തു. ഇനി മാൻഡേറ്ററി ഫീൽഡ്സ് ഏതാണെന്ന് നോക്കാം. മാൻഡേറ്ററി ഫീൽഡ്സ് നോക്കിയത് ക്ലോസ് ഡേറ്റ് ഒരു മാൻഡേറ്ററി ഫീൽഡാണ്. മാൻഡേറ്ററി ഫീൽഡ് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർ ഉള്ളതെല്ലാം മാൻഡേറ്ററി ഫീൽഡ്സ് ആണ്. ഈ ഫീൽഡ്സിന് വാല്യൂസ് കൊടുത്താൽ മാത്രമേ നമുക്കൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്കൊരു ഡേറ്റ് കൊടുക്കാം, 24. സ്റ്റേജ് ഞാൻ എനിത്തിങ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് കൊടുത്തു. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണത്, ഓപ്പർച്യൂണിറ്റി കറൻസി. ഇവിടെ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസും അതുപോലെ ഡോളേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വാല്യൂവിൽ ഇതിൽ റേറ്റ് കാണിക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ഡോളർ എക്സിക്യൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്കിത് ഡോളേഴ്സിൽ കൊടുക്കാം. ഡോളർ. ഇനി ഞാൻ ഒരു എമൗണ്ട് കൊടുക്കാൻ പോവാണ്, 1000. സോ $1000. ഫൈൻ. നമുക്കിനി സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് എത്രയാണെന്നും USDയിൽ എത്രയാണെന്നും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പീസ് എത്രയാണെന്നും ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് റവന്യൂയും USDയിൽ എത്രയാണെന്നും ഇന്ത്യൻ റുപ്പീസിൽ എത്രയാണെന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ കറൻസീസ് സെയിം ഓർഗിനകത്ത് നമ്മൾ മാനേജ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.